നോക്കണുണ്ടോ? നോക്കി എന്തോന്ന്? ഞാൻ കണ്ട്. എടി അത് എങ്ങനെ ചെയ്യണം നോക്ക്, എന്നാലേ കെട്ടാൻ പറ്റുള്ളൂ. എനിക്കൊരു വട്ടം കണ്ടാ മതി. ഇതും കൂടി ഊര് എന്നെ. എവിടെ? ആ, ഈ ഹെയർ സ്റ്റൈല് കൊള്ളാം. ഇത് മതി. ഇതുപോലെ വരുന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കെട്ടണത് പിങ്കിയാണെന്ന് ഓർക്കണേ. ശരിയാണ്. മുടി പറിച്ചെടുക്കാതെ ഒന്ന് നേരെ ഇരിക്കും. അപ്പച്ചി, ഇന്നൊരു കാര്യം നടന്നു. എന്തോന്ന്? രാമങ്കളും അപ്പുമായിട്ട് ഭയങ്കര അടിയായിരുന്നു. അതിന് എന്നുള്ളതല്ലേ. ഓ, ഇതല്ല. ഇന്ന് ഇവിടെ വന്നിട്ട് കിച്ചണിൽ ഞാൻ ഇന്ന് പണി ചെയ്തോണ്ടിരുന്നപ്പോ ഇവിടെ വന്ന് പറഞ്ഞതാണ്. ഭയങ്കര അടിയായിരുന്നു. പിന്നെ അവരെന്നെ കോംപ്രമൈസ് ചെയ്തെന്ന് തോന്നുന്നല്ലേടി? സീരിയസ് അടിയാ? സീരിയസ് അടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് വെച്ചാണ് കയറിയത്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. കയ്യില് കുഴമ്പ് എന്തോ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. ആര്? അപ്പുവിന്റെ കയ്യില് രാമങ്കള്. അപ്പൊ അത് ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കായി. അവർക്ക് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. കുഴമ്പിട്ട് തടവി കൊടുക്കുമ്പോ അടി ഉണ്ടാക്കണം. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണം കേട്ടോ. എന്തെങ്കിലൊക്കെ പറഞ്ഞ അടി, അയ്യോ അടി ഉണ്ടാക്കണമല്ലോ. എടി നീ ഇത് കാണണുണ്ടാ? ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ലേ. എടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിലുള്ള പോലെ അല്ലല്ലോ അടി ഇപ്പൊ നീ ഇത് എടുക്കുന്നത് വകുപ്പ്? കാരണം വെച്ചാൽ ഇത് കാണുന്നില്ല അവള്, അതാണ് പ്രശ്നം. ഡി മിണ്ടായിരിക്കും ഒന്ന്. ഞാൻ പിന്നെ ഇത് തുറന്നു വെക്കണോ? ഇവിടെ എടുത്തു മാറ്റാം. നിന്റെ തലമുടി നിന്റെ വിധി കേട്ടോ. എന്റെ വിധി തന്നെ. ഏത് നേരത്താണ് ഇവിടെ കെട്ടാൻ പറയുന്നത്? എന്റെ ഒരു മുടി മൂന്ന് സുന്ദരിമാരും കൂടെ ഒരുങ്ങണ. എന്നാ പിന്നെ ഒരുക്കത്തിന് കുറച്ച് ആഡ് ഓൺ ആയിക്കോട്ടെ. എന്ത്? അടിപൊളിയാ. ഇതെവിടെ വാങ്ങിച്ചേ? സംഭവം എങ്ങനെയുണ്ട്? ഹാൻഡ് മെയ്ഡ് പോലെ ഇരിക്കുന്നല്ലേ? ഹാൻഡ് മെയ്ഡ് തന്നെ. ഒരു ഹിന്ദിക്കാരൻ ഈ ജംഗ്ഷനിൽ കൊണ്ടുവച്ച് വിറ്റോണ്ട്. ഇവിടെയാ? അയ്യോ, ഇതാർക്ക്? സംശയം തോന്നുന്നു. എന്റെ ഭാര്യക്ക് ചോദിക്കാൻ തോന്നുന്നു. കൊള്ളാമോ? എങ്ങനെയുണ്ട്? ഇങ്ങനെ അണഞ്ഞ ബൾബ് പോലെ ഇരിക്കണ രണ്ടെണ്ണോ? അതെന്തോന്ന്? ഞങ്ങൾ രണ്ട് പെമ്പിളർ ഇവിടെ ഇരിക്കുകയല്ലേ? ആ, ഞങ്ങൾ എന്ത് ജിമിക്കൊന്നും ഇടൂലേ? അതിപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടാ. ഇത് ജിമിക്കയാണ്, ഇത് മുട്ട പഫ്സ് അല്ല കേട്ടാ. കൊണ്ടുവന്നോണം നിനക്ക് തരാം. ഇത് കണ്ടപ്പോ ചേട്ടൻ എന്നെയാണ് ഓർമ്മ വന്നത്. ഞാനിട്ട ഇത് കൂടുതൽ ഭംഗിയായിരിക്കും മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാനാ പിന്നെ നീ എപ്പോഴാണ് ജിമിക്കുണ്ട? നീ ഈ സ്റ്റഡല്ലേ ഇടുന്നത്? അല്ല, വല്ല സാരിയിലൂടെ കൊടുക്കാലോ. നിങ്ങളപ്പോ ജിമിക്കുന്ന വീട്ടിലിരുമ്പോ നിങ്ങൾ ജിമിക്ക് കേട്ടോണ്ടിരിക്കണം. ഞാൻ പുറത്തിറങ്ങുമ്പോ ഇടും കേട്ടാ. വലിയ കുഴപ്പം തന്നെയല്ലേ. ഒരു ജിമിക്കനല്ലേ മൂന്നൊരു മാറി മാറി ഇട്ടാ പോരെ, തീർന്നല്ലേ പ്രശ്നം. അയ്യ, മൂന്ന് പേര് മാറി മാറി ഇടുന്നില്ല. അതൊരു വർത്താനോ? മാറി മാറി ഇട്ട എന്താ പ്രശ്നം? എനിക്കിഷ്ടമല്ല എന്റെ സാധനങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യണത്. ഓഹോ, ഇവിടെ അങ്കിൾ ഈ ചെയ്തതേ തെറ്റാണ്. 3 പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് ഒരാൾക്ക് മാത്രം വാങ്ങിച്ചോണ്ട് വന്നത്. എടി 3 വാങ്ങിക്കാനുള്ള പൈസ എന്റെ അല്ലേ, 1 വാങ്ങിച്ചോണ്ട് ഇപ്പൊ അത് കുഴപ്പമായ. ഇതെന്തായാലും ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രശ്നമില്ല, മനസ്സിലായ? നോക്കടി നോക്ക്, മക്കളെ മക്കളെന്ന് വിളിക്കുന്നത് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത വിളിയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ നിനക്ക്. കൊള്ളാം കൊള്ളാം കേട്ടോ. നമ്മള് മക്കളൊന്നും അല്ലല്ല നിങ്ങളുടെ, അതുകൊണ്ടായിരിക്കും. ഇന്നലെ നാടകം ചേട്ടാ ഇതൊക്കെ. ഒരു ജിമ്മിക്ക് വേണ്ടി പറയണ നോക്ക്. നാടകമൊന്നും നമ്മള്. നീ ഇനി എന്ത് കളിച്ചാലും ഈ ജിമ്മിക്ക് ഞാൻ തരുന്ന പ്രശ്നമില്ല, ഞാൻ തരത്തില്ല. അയ്യാ, രാമങ്കൾ മേടിച്ചോണ്ട് ജിമ്മിക്കാണെങ്കിൽ ഞങ്ങൾ വിടും. ഞങ്ങൾക്ക് ഉണ്ടാവാം. നീ 3 കൂടെ ഉണ്ടോ? തീർന്നല്ല. ഒരു ജിമിക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോ അതും കുഴപ്പം. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അതെല്ലാം കൂടെ ഇടണമെന്നല്ല. നിങ്ങളെ ഭാര്യ എടുത്ത് പറ. അയ്യ, എന്തോന്ന് പറയാ ചേട്ടാ? എനിക്ക് വേണ്ടി വാങ്ങിച്ചത് ഞാനേ ഉപയോഗിക്കുള്ളൂ, ഞാൻ ഇവർക്ക് കൊടുക്കത്തില്ല. അങ്കിൾ എന്താ പറഞ്ഞേ? 3 പേർക്ക് മാറി മാറി ഇടാനല്ലേ പറഞ്ഞേ? എന്തൊരു കഷ്ടം ചേട്ടാ ഇത്. ഇവിടെ കൊടു, എല്ലാവരും കൂടെ കൊടു. ഇതെന്താ കേക്കാ മുറിച്ച് മുറിച്ച് കൊടുക്കാൻ? എന്തോ കാണിക്കണേ? എന്തെങ്കിലും ഞാൻ കാണിച്ചോളാം. വാങ്ങിച്ചോണ്ട് വന്നാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, കെട്ട്. അയ്യോ, കെട്ടടി. എല്ലാം ഓക്കെ ആയല്ലോ, പ്രശ്നം തീർന്നല്ലോ. ഓ, എന്തോ ചേട്ടാ ഇത് പ്രസാദോ? ഈ ഒറ്റ ജിമിക്ക് വെച്ച് എന്തോ നീ അവകാശം ഒന്നല്ലേ പറഞ്ഞത്. ഇനി ഒരാൾ ഇടുമ്പോ 3 പേരും കൂടെ അങ്ങ് യോജിച്ചിട്ട് ഇട്ടാ. അതെ, നിങ്ങളിത് ഭാര്യക്ക് ഇടാനാണ് വാങ്ങിച്ചെങ്കിൽ അത് പറയാനുള്ള ചൊണ കാണിക്കണം കേട്ടാ. ഞാൻ ഒരു ചൊണ കാണിച്ചോണ്ടാണ് ഇത്രയും ഇത് ഞാൻ കേൾക്കേണ്ടി വന്നത്. നമുക്കൊന്നും കാതില്ലേ? കൊണ്ടുപോ. നീ ഒറ്റ കമ്മലിട്ട് എന്ത് ചെയ്യും? ഇനി ഉണ്ടല്ലോ, എടു. അയ്യ, നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ തരണോ? വേണ്ട, നീ കൊണ്ട് അരിഞ്ഞ് കറിക്കാത്തത് ഇങ്ങോട്ട് ഇടറി. ഇങ്ങോട്ട് കൊണ്ടുപോ. ഓ, കൈ കൊണ്ടല്ലോ. വാങ്ങിച്ചു കൊടുത്ത എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഇടാൻ പോണു. അതിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം ആയി. തിരിച്ചങ്ങ് യോജിച്ച് ഒരുമിച്ചങ്ങ് ഇരി.
എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ നമ്മളെ തലയിൽ കയറാനായിട്ട് 3 വിഷങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത് തന്നെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ ഉണക്ക ജിമിക്ക് ആർക്ക് വേണം അല്ലേ? എന്തിന് ഉണക്ക ജിമിക്ക്? അയ്യോ ഇത് ഹാൻഡ് പെയ്ഡ് ആയിരിക്കും. എന്തൊരു തിളക്കം, പളവള തിളക്കം എന്റെ കണ്ണിൽ മിന്നുന്നു എന്നൊക്കെ കുറച്ച് മുമ്പ് പ്രസംഗിച്ചതാ. അങ്ങനൊന്നും പറഞ്ഞില്ലേ? കണ്ണിൽ മിന്നുന്നൊന്നും പറഞ്ഞില്ല. ഹാൻഡ് മെയ്ഡ് ആണെന്ന് പറഞ്ഞു. കണ്ണിൽ മീനുകുട്ടി എന്ന് പറഞ്ഞില്ല, പക്ഷെ വേറെ എല്ലാം പറഞ്ഞില്ല. ജംഗ്ഷൻ ഇപ്പൊ ഹിന്ദിക്കാരനെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് ഇത്ര നീളത്തിൽ പ്രസംഗം കൂടെ. പറയണേട്ടോ ജംഗ്ഷനിൽ ഇംഗ്ലീഷുകാരനെ കണ്ടില്ലായിരുന്നു അടിച്ചു മാറ്റി, ഹിന്ദിക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ അത് ഇട്ടോണ്ട് കുഴപ്പമില്ല, എന്റെ തെറ്റാണ്. എനിക്ക് കാര്യം പിടി കിട്ടി. ഇനി എന്നെ ജമ്മം ചെയ്താൽ ഞാൻ വാങ്ങിച്ചോട്ടില്ലല്ലോ ഇതുപോലത്തെ ഒരു സാധനം. നന്നായി. ഒന്നും പറയാനില്ലെങ്കിൽ അങ്ങ് നടന്നു പോകും കേട്ടാ. ഇങ്ങനെ അങ്ങ് നടന്നു നോക്കും. ചെയ് എന്തോന്ന്? തല കെട്ടാൻ. ഓ അപ്പച്ചി, അപ്പച്ചി എന്തുവാടി? അപ്പച്ചി ഇങ്ങോട്ട് വാ. ഇതെന്തോന്ന് ഹെയർ സ്റ്റൈൽ? ഞാൻ കെട്ടിയത്. നീ കെട്ടിയതാ? അപ്പൊ ഇവള് കെട്ടിയില്ലേ? ഇവള് കൊറേ കെട്ടി. അത് ഇവളുടെ മുടിയിൽ ആ ഹെയർ സ്റ്റൈൽ ചേരൂല. എന്ത് കൊള്ളൂല. അല്ല നീ ആ വീഡിയോ കാണാത്തോണ്ടല്ല, കെട്ട അറിഞ്ഞൂടല്ല. പ്രസംഗവും കൂടി. അപ്പച്ചിരി എന്തല്ല മുടി, അപ്പച്ചിരി മുടിയായിരുന്നു പൊളിച്ചാൽ. എന്റെ മുടി തൊട്ട നിന്റെ കൈ വെട്ടുമ്പിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പച്ചി രമണിക്ക് ഒരു ചായ. രമണിക്കാ? എന്ത്? നിങ്ങൾ ശരിക്കും ജിമ്മിക്കിട്ടോണ്ടിരിക്കണ? അതെ. തലയ്ക്ക് വട്ടുണ്ടോ? എന്തോന്ന് അങ്ങളെ ഇത്? ഊരിക്കള, ഭയങ്കര ബോറ്. എനിക്ക് അങ്ങനെ തോന്നിയില്ല, എനിക്ക് നല്ല രസമായിട്ടാണ് തോന്നിയത്. ചോദിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ മാമ ഇപ്പൊ കേറി വരാം, അതിന് മുന്നേ ഊരി പറിച്ച് കള. അയ്യോ ഞാൻ പേടിച്ചു. ആര് പറഞ്ഞാലും ഞാൻ ഊരി കളയുന്നില്ല. ഞാൻ വീട്ടിലും നാട്ടിലും പുറത്തും അല്ല ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത്. അയ്യോ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുള്ളൂ. നാട്ടുകാർ എന്തോന്ന് പറയാൻ പോണു? ആ ശരിയാണ്, നാട്ടുകാർ പറയും. നീ ജിമ്മിക്ക് റാം എന്നാണ് നാട്ടുകാർ എന്നെ വിളിക്കാൻ പോകും. അപ്പൊ ജിമിക്കുറാം ഒരു കാര്യം ചെയ്യും, ഒരു സാരിയും കൂടി ചുറ്റി നട. ഞാൻ ഒരു കാര്യം അവസാനമായിട്ട് പറയാം, ചുമ്മാ കോമാളി കളിക്കാതെ ഇത് ഊരി കള. അവസാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ പറഞ്ഞു കഴിഞ്ഞു. ഊരി കളയുന്നില്ല. എന്നാ പിന്നെ പൊട്ടും കൂടെ കുത്തി കണ്ണൊക്കെ കൂടെ എഴുതി അങ്ങോട്ട് നട. നീ എന്ന് പറഞ്ഞ സാരി ഉടുക്കണം. സാരി നിനക്ക് പൊട്ട് ഒരു കമ്മലിട്ട് കിടക്കണം അല്ലേ? പൊട്ട് എഴുതണ്ട, പൊട്ട് വെച്ചാ മതി. ശരി, എന്താ ശരി? നൈസ് ഐഡിയ. I should give a try. Now you guys will see my new face. കണ്ടോ പോയിട്ട് പോരാ. എന്റെ ദൈവമേ, ഇങ്ങനെ പ്രാന്ത് ഇളകിയിരിക്കണം എന്നാണ് തോന്നണേ. ചേട്ടാ എന്താ കാണിക്കാൻ പോണേ? അങ്കിളെ, രണ്ടാമത്തിന് തൃപ്തി ആയല്ല. ഞങ്ങൾ എന്തോ ചെയ്ത്? ആ ജിമ്മിക്ക് കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഇട്ടിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടാവുമായിരുന്ന? അയ്യോ, തമ്പരാട്ടിട്ടിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലേ? തമ്പുരാട്ടിട്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടാ. കൃമി പുഴു, ഞാൻ പുഴുവാ. റിങ്കി ഈ കൃമിയെ വിളിച്ചോണ്ട് പോ. എണീറ്റ് പോടി അവിടെ നിന്ന്. നീ എണിച്ചു പൊടി. പോടി. അപ്പച്ചി ഒറ്റൊരുത്തി കാരണം ഇങ്ങനെ ആയത്. ജിമ്മിക്ക് കണ്ടോടെ കണ്ണ് മഞ്ഞളിച്ചത് ആടെ ഞങ്ങളുടെയാണോ? അയ്യോ, എനിക്ക് വാങ്ങിച്ചോണ്ടെന്ന ജിമ്മിക്ക് രണ്ട് കണ്ണ് മഞ്ഞളിച്ച നിങ്ങളുടെയാണ് കേട്ടാ. എന്തേ പിങ്കി, നീ വാ, ഇവിടെ ഇല്ല, ഞാൻ വല്ല വിളിച്ചു പറയും. ഞാൻ പേടിച്ചോ നീ വല്ലതും വിളിച്ച് പറഞ്ഞ? ഞങ്ങൾ പോണു. ആ നിങ്ങൾ പോ. എവിടെ പോണ? എവിടെ പോണ? അവിടെ റൂമില്. അങ്ങനെങ്കിൽ അടുക്കളനകത്തോട്ട് വരല്ലേ രണ്ടെണ്ണം. വാടിയോ? ഈ ആഹാരം കഴിക്കാൻ വരുമ്പോൾ ഞാൻ ഇതേപോലെ തുപ്പി കാണിക്കൂടെ?